ഡീപ് ഫേക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഗൂഗിളാണെങ്കിലും മെറ്റയാണെങ്കിലും യൂട്യൂബിൽ പോലും ഇപ്പോൾ അതിനുള്ള മോഡലുകളുണ്ട്, അവരുടേതായ മോഡലുകളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വോയിസ് തോന്നുന്നു ഫ്യൂച്ചറിലൊക്കെ ഇതുപോലുള്ള ഇമേജസ് ഒക്കെ അപ്ലോഡ് ഇപ്പോൾ ചില ഫാക്ട് ചെക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ന്യൂസിനൊക്കെ ഇത്തരത്തിലുള്ള ആണെങ്കിലും വാർത്തകൾ ഇമേജസ് വരുമ്പോൾ അവർ തന്നെ പറയും ഇറ്റ് ഈസ് ഫേക്ക്, യു ക്യാൻ ക്ലിക്ക് ഹിയർ. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ വരാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇൻ്റഗ്രേഷൻ ഈ ഫ്യൂച്ചറിൽ വരുമല്ലേ? തീർച്ചയായിട്ടും ഓൾറെഡി അതെല്ലാം ഇൻ പ്ലേസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു അപ്പോൾ ഒരു എൻഡ് യൂസറിൻ്റെ ലെവൽ ഇതിൻ്റെ അല്ല. ഇപ്പോൾ യൂസേഴ്സ് ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ ഫേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അത് റിപ്പോർട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ളത് ഫേസ്ബുക്കിന് അത് കണ്ടുപിടിക്കാൻ മാർഗ്ഗമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഗൂഗിളിന് അതിന് വേണ്ടിയിട്ട് മോഡലുണ്ട്, യൂട്യൂബിൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടൊരു മോഡൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാണുന്ന ഇപ്പോൾ നമ്മൾ ഈ വാട്സാപ്പിൽ വരുന്ന വീഡിയോസ് ഇമേജസ് ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ഈവൻ എൻ്റെ വീട്ടിലാണെങ്കിലും ഒരു 70+ ആയിട്ടുള്ള എൻ്റെ പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാണുന്ന ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ നമുക്കൊക്കെ ഫോർവേഡ് ചെയ്തൊക്കെ തരും. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ അവർ അതൊരു ഫേക്കാണ്, അത് ആരോ ക്രിയേറ്റ് ചെയ്ത് ചില കാര്യം. റീസെൻ്റായിട്ട് ഏതോ ഒരു ന്യൂസ് ചാനലിൽ ഒരു കടുവ ഇറങ്ങി എന്ന് പറഞ്ഞ് ഭയങ്കര സെൻസേഷണലായി ഭയങ്കര ന്യൂസൊക്കെ വന്നു. അതൊരാൾ ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമായിരുന്നു, ഒന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഇനിയും ഡീപ് ഫേക്കുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഡീപ് ഫേക്കുകൾ ഉണ്ടാവാതിരിക്കാൻ പോണില്ല. പക്ഷേ ഇതിനെല്ലാം സൊല്യൂഷൻ എന്ന് പറയുന്നതും ഈ ഇതിൽ തന്നെ എയിൽ തന്നെയാണ് ഇത് ബേസ് ചെയ്തത്. ഇത് തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനും ഇത് സോൾവ് ചെയ്യാനും തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്നാണ്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് പെൻ ടെസ്റ്റിംഗ് ഫീൽഡിലൊക്കെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് AI പെൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു മേഖല എത്രത്തോളം സാധ്യതയുള്ളതാണെന്ന് പറയാമോ? അതായത് ഇപ്പോൾ നമ്മൾ നോർമൽ പെൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. ആ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ഒരു പാറ്റേൺ ബേസ്ഡ് ഒരു ടെസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അത് പാറ്റേൺ ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഉള്ള കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ അതറിയാമായിരിക്കും. നമ്മൾ ആ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു ചെറിയ എൻവയോൺമെൻറ്റിലെല്ലാം ഇപ്പോൾ പ്രസൻ്റ്ലി അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ AI പെൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അതൊരു പാറ്റേൺ ബേസ്ഡ് അല്ല, അതൊരു സിഗ്നേച്ചർ പാറ്റേൺ കോമ്പിനേഷൻ ആയിട്ടാണ് അത് വർക്കൗട്ട് ആവുന്നത്. അപ്പം അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള ഒരു ഇതുവരെ വരാത്ത ഒരു അറ്റാക്കിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു AI പെൻ ടെസ്റ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്യുപ്ഡ് ആവുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ ജോലി നോക്കുന്ന ആളുകൾ അവരുടെ ഒരു ഡിമാൻഡ് ഇൻ ഫ്യൂച്ചർ ഭയങ്കരമായിട്ട് കൂടാൻ കാരണം നമ്മൾ തന്നെ പറയുന്നുണ്ട് AI എല്ലാ മേഖലകളിലും ഭയങ്കരമായിട്ട് കൈയടക്കി വരികയാണ് എല്ലാ രീതികളിലും. അപ്പോൾ ഈ പറയുന്ന ഡീപ് ഫേക്കുകളും സൈബർ ത്രെറ്റുകളും സൈബർ അറ്റാക്കുകളും എല്ലാം കൂടിക്കൂടി വരും. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും ഡിമാൻഡ് കൂടുന്നത് പോലെ തന്നെ അതിൻ്റെ സപ്ലൈ കൂടി വരും എന്ന് പറയുന്നതിന് തുല്യമായിട്ട് ഈ ഒരു ടെസ്റ്റിങ്ങിനെ ഇപ്പോൾ നമ്മുടെ സ്കെയിലബിലിറ്റി കൂട്ടുക, ഏറ്റവും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ AI പെൻ ടെസ്റ്റിങ്ങിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹ്യൂജ് പോസിബിലിറ്റി അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു PPT ഉണ്ടാക്കാൻ പറഞ്ഞാൽ പണ്ട് ഒരാൾ മേ ബി ഒരു 1 hour ഇരുന്ന് വേണമായിരിക്കും അത് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇതിന് പറ്റുന്ന ടൂൾസ് എല്ലാം വെച്ച് വളരെ ഈസി ആയിട്ട് എക്സലിലുള്ള വാല്യൂസിനെ കണക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഒരു ഡാറ്റ അനാലിസിസ് വരെ പെർഫോം ചെയ്യാനായിട്ട് ഇപ്പോൾ AIക്ക് പറ്റും. അപ്പോൾ ഈ ഡാറ്റ അപ്പോൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ സിമിലർ കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ നോർമലി ടൈം എടുത്ത് ഒരു ട്രഡീഷണൽ മാനുവൽ മെത്തേഡ് എന്ന് പറയുന്നതിനൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്ന ഒരു ട്രഡീഷണൽ പെൻ ടെസ്റ്റിംഗ് മെത്തേഡിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ഡ്രോബാക്കുകളെയും ഒരു പരിധി വരെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് AI പെൻ ടെസ്റ്റിംഗിൽ വരുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതുവരെ വരാത്ത പുതിയൊരു അറ്റാക്ക് വന്നാൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ അറിയുന്ന അതിൻ്റെ ഒരു ജോബിനെ കുറിച്ചാണ് ധനൂപ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇത്രയും എപ്പോഴും ഒരു എംപ്ലോയർ നോക്കുന്ന എംപ്ലോയി ഇപ്പോൾ AI അറിയുന്ന AIയുടെ ടൂൾസ് ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും പല മേഖലകളിൽ എല്ലാം AI ബേസ്ഡ് ആയി കഴിഞ്ഞു. AI എനേബിൾഡ് ആണ് പ്ലാറ്റ്ഫോമുകൾ. അപ്പോൾ അതുപോലെ തന്നെ നോർമൽ പെൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് AI എനേബിൾഡ് ആയി മാറുകയാണ്. AI എനേബിൾഡ് ആയി മാറുമ്പോൾ അതിൻ്റേതായ ഫീച്ചേഴ്സ് കൂടുന്നു, സ്കെയിലബിലിറ്റി കൂടുന്നു, അതുപോലെ തന്നെ ഈസിനെസ് ആണ് കുറച്ചും കൂടെ അത് ചെയ്യുന്ന ആൾക്കും
അതുപോലെ തന്നെ എംപ്ലോയറിനും ഒരു ചെറിയ ടൈമിൽ തന്നെ അതിൻ്റെ വൾണറബിലിറ്റീസിലോട്ട് എത്താൻ പറ്റുന്നു, ലാർജ് സ്കെയിലിൽ തന്നെ വളരെ ഷോർട്ട് ടേമിൽ തന്നെ അത് എത്തിക്കാൻ പറ്റുന്നു എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ജോബ് ഡിമാൻഡും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. ഇൻ ഫ്യൂച്ചറിൽ അത് ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷേ അതൊരിക്കലും ട്രഡീഷണൽ സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളതല്ല. ട്രഡീഷണൽ പെൻ ടെസ്റ്റിംഗ് സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ AI എനേബിൾഡ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ AI പെൻ ടെസ്റ്റിങ്ങിന് സാധിക്കും എന്നുള്ളതാണ്. അത് ഒരുപാട് ടൂളുകൾ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. ഡീപ്പ് എക്സ്പ്ലോയിറ്റ് പോലെയുള്ള ടൂളുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ LLM-കളുടെ തന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊരു OWASP എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഉണ്ടാകുന്ന കേട്ടിട്ടുണ്ട്. നോർമലി നമ്മൾ പെൻ ടെസ്റ്റിംഗിൽ OWASP ടോപ്പ് 10 പോലെ LLM-കൾക്ക് വേണ്ടി OWASP ടോപ്പ് 10 ഫോർ LLM എന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ അല്ലെങ്കിൽ GPTs പലപ്പോഴും ഹാലൂസിനേറ്റ് ചെയ്യപ്പെടാറുണ്ട്. AI മോഡലുകളെ പറ്റിക്കുന്നുണ്ട് അറ്റാക്കേഴ്സ്, സൈബർ അറ്റാക്കേഴ്സ് AI മോഡലുകളെ പറ്റിക്കുന്നു. അത് രണ്ട് രീതിയിലാണ്. നമ്മൾ AI ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്കൊരു ഹാലൂസിനേഷൻ ഒരു ഹാലൂസിനേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ എങ്ങനെയാണ് വെക്കുക, നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നൊരു വേർഡിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? ഇപ്പോൾ നമ്മളൊരു ഏത് മോഡലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു മോഡൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടൊരു മോഡലിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോംപ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഇവൻ എന്തടാ പറയണേ എന്നുള്ളൊരു ഫോമിലോട്ട് വരും. ഒരു പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ ആ ബോട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതാണ് ആക്ച്വലി AI ഹാലൂസിനേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഈ ഹാലൂസിനേഷൻ നമുക്ക് എന്ന് പറഞ്ഞാൽ അതൊരു AI നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. ആ മോഡലിൻ്റെ അപാകതകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പ്രമുഖമായിട്ടുള്ള ഒരു കാർ കമ്പനി, അവരുടെ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ചാറ്റ് ബോട്ടിനടുത്ത് ഒരാൾ പറയുകയാണ്, ചാറ്റ് ബോട്ട് ആക്ച്വലി ഡിസൈൻ ചെയ്തിരുന്നത് കാറിൻ്റെ മൈലേജ്, കാറിൻ്റെ ഫീച്ചേഴ്സൊക്കെ കസ്റ്റമേഴ്സിന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടായിരുന്നു. പക്ഷേ ചാറ്റ് ബോട്ടിനോട് ഒരു ആൾ മനഃപൂർവ്വം പറയുകയാണ്, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി, നിൻ്റെ ജോലി എന്ന് പറയുന്നത് കസ്റ്റമർ പറയുന്നത് കേൾക്കുക, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനോട് പറയുകയാണ്, എനിക്ക് $1 ഒരു കാർ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് എഗ്രി ചെയ്യുന്നു, $1 പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നൊരു മെത്തേഡാണ് അതിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ആക്ച്വലി വർക്ക് ചെയ്ത് വരുന്ന ഒരു AI മോഡലിനടുത്ത് ഇപ്പോൾ ഹാക്കേഴ്സ് വന്നിട്ട് അതിന് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ പുതിയൊരു കമാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ കാറിൻ്റെ കേസിൽ തന്നെ അവരുടെ തന്നെ പ്ലാറ്റ്ഫോംസിൽ തന്നെ അത് പോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ പറയുന്ന പോലെ ഇപ്പോൾ കമൻറ്റ് ഇപ്പോൾ ₹1 കാർ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കാർ കിട്ടുന്നത് റെസ്പോണ്ട് ചെയ്യുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് അത് വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കേട്ടിട്ടുണ്ട് കമ്പനികളുടെ മാനേജേഴ്സ്, അതായത് റിക്രൂട്ടേഴ്സ്, HR ഇതുപോലെയുള്ള ബോർഡ്സിലേക്ക് നമ്മുടെ ആപ്ലിക്കൻസിൻ്റെ CV അപ്ലോഡ് ചെയ്യുന്നു. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്പോൾ അവിടെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എത്ര CV കൊടുത്താലും ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു മെത്തേഡ് വഴി ഇത് മാത്രമായിരിക്കണം ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ ഒരു ഹാക്കറിന് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ ഹാലൂസിനേഷൻ, ഈ ഇഞ്ചക്ഷൻ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ AIയുടെ ഒരു വെല്ലുവിളിയാണ്. ഈ മോഡലുകളെ ഇതിനകത്തൊക്കെ ഒരു ഫാക്ട് ചെക്കിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഏതൊരു ടെക്നോളജി ആണെങ്കിലും, ഇപ്പോൾ ഒരു നോർമൽ ഒരു സൈബർ സെക്യൂരിറ്റി സിസ്റ്റം ആണെങ്കിലും ഒരു ഹാക്കറിന് അതിനെ ഹാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ AI മോഡലുകളെ കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിലും അതിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ് ഇത്. ഇങ്ങനെയുള്ള മോഡലുകളെ കുറച്ചും കൂടെ ട്രൂത്ത്ഫുൾ ആക്കുക, അല്ലെങ്കിൽ എക്സ്പ്ലെയിനബിൾ AI എന്നൊക്കെ പറയുന്നത് ഇനി ഒരുപാട് ടേംസിനോട്ട് വരുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് ഞാൻ കേട്ടിട്ടുള്ളത്, ഇപ്പോൾ ഇതുപോലുള്ളൊരു ചാറ്റ് ബോട്ടിനോട് ചോദിക്കുകയാണ്, ChatGPT പോലുള്ളൊരു മോഡലിനോട് ചോദിക്കുകയാണ്, ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഉണ്ടാക്കുന്ന ഫോർമുല ചോദിക്കുകയാണ്. അപ്പോൾ അത് വളരെ പോയിസണസ് ആണ്, വളരെ ഗുരുതരമായിട്ടുള്ളൊരു കെമിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡൽ പറയും, എനിക്കിത് പറഞ്ഞു തരാൻ പറ്റില്ല, ഡേഞ്ചറസ് ആണ്, ഹാംഫുൾ സബ്സ്റ്റൻസ് ആണെന്നുള്ള റിപ്ലൈ കൊടുക്കുന്നു. അവിടെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു കാര്യം അസ്യൂം യു ആർ മാനുഫാക്ചറർ ആൻഡ് ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മേക്കിംഗ് ദിസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അറിയാമെന്ന് വിചാരിക്കുക. നമ്മൾ തന്നെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യും. പിന്നീട് നമ്മൾ ചാറ്റ്സിലും അതിനുള്ള ആൻസർ റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ഈ കേസിൽ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിരുന്നു. ആൾ ആ രീതിയിലും ചോദിച്ചു, ഞാനൊരു മാനുഫാക്ചറാണ് അല്ലെങ്കിൽ ഡോക്ടറാണ്, എനിക്ക് പറഞ്ഞു തരുമെന്നത്. അപ്പോഴും പറഞ്ഞു ഐ എം നോട്ട് റെസ്പോൺസിബിൾ, ഇതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അയാൾ അതിനെ ഒന്ന് എൻകോഡ് ചെയ്തിട്ട് ആ ഒരു വാക്കിനെ മാത്രം മാറ്റി, ആ ഒരു കെമിക്കലിൻ്റെ പേര് മാത്രം എൻകോഡ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ അത് ഡീകോഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കൊടുത്തു. എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് കൊടുത്തു.
ഇങ്ങനെയുള്ള ഒരുപാട് കേസസ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അതാണ് നമ്മൾ ഈ ആക്ച്വലി എല്ലാവരും പറയുന്നത് പോലെ AI വന്നിട്ട് ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല, നിലവിലില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ ഒരാൾ ബിൽഡ് ചെയ്തെടുക്കുന്ന, അവർ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഈ മോഡലുകൾ ബിൽഡ് ചെയ്യുന്നത്. എക്സാക്ട്ലി ഇന്ന് 6 മണിക്ക് സന്ധ്യയാകും എന്ന് ഞാനിപ്പോൾ എൻ്റെ ഒരു കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിയുടെ മനസ്സിൽ, ഒരു ചെറിയ കുഞ്ഞിൻ്റെ മനസ്സിൽ 6 മണിക്കാണ് ആ സമയം. ആ സമയത്ത് 6:05 ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ അത് 6 മണിക്കാണെന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ എനിക്കറിയാം. അതായത് ഫീഡ് ചെയ്യുന്നത് എന്താണോ അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അത് അങ്ങനെയാണ് ഈ ഒരു കേസിലൊക്കെ അത് വർക്ക് ചെയ്യുന്നത്. കാരണം ചെറിയൊരു സിനോണിം മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാം. അങ്ങനെയുള്ള ഇപ്പം പല കാര്യങ്ങളിലും അങ്ങനെ ഈ പറയുന്ന നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങിയ കമ്പാനിയൻ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഇപ്പോൾ നോർമൽ ചാറ്റ് ബോട്ട്സിനോട് പോയിട്ട് നമുക്ക് ഇല്ലീഗലായ ഒരു കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് സപ്പോസ് ടു ടോക്ക് അബൌട്ട് ദോസ് എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ അതിനെ തന്നെ ഒന്നും കൂടെ ഫ്രേസ് മാറ്റി വേറൊരു ടോണിലാക്കി ചോദിച്ചു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ബിൽഡ് ചെയ്ത് തന്നേക്കുന്ന ആ മോഡൽ ഇപ്പോൾ അതിനെല്ലാം ഒരു പരിധി വരെ അതെല്ലാം മാറി വരുന്നുണ്ട് മോഡലുകൾ. അതാണ് റിഫൈൻഡ് ആവുന്നതും നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്ന ഈ ഡാറ്റാസ് വെച്ചിട്ട് തന്നെയാണ്. ചാറ്റ് ജി പി ടിയുടെ പ്രൈവസി പോളിസിയിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അവരവരുടെ ട്രെയിനിങ് മോഡലിന് വേണ്ടി ഉപയോഗിക്കും അണ്ടിൽ ആൻഡ് അൺലെസ് നമ്മളത് ഓഫ് ചെയ്യുന്നത് വരെ. അപ്പോൾ ഈ പറയുന്ന ഞാനിപ്പോൾ ചില കാര്യങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് എൻ്റെ ഒരു സിംഗിൾ കമൻറ്റ് പോലും അവരവരുടെ ട്രെയിനിങ് മോഡലിലേക്കാണ് അത് യൂസ് ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു. പക്ഷേ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് സൈഡുകൾ AI വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ AI കരിയർ കോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി തിങ്ക് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി അയാൾക്ക് ഇപ്പോൾ ഒരു BSc കമ്പ്യൂട്ടർ സയൻസോ BCO പഠിക്കുന്ന ഒരാൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഒരു വില്ലേജിൽ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് ചെറിയ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതിൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ളൊരു യാത്ര എന്ന് പറയുന്നത് പണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫേസ് പക്ഷേ ഇപ്പോൾ AIയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വഴി അത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു കരിയർ കോച്ചിന് നമ്മൾ പേഴ്സണലൈസ്ഡ് ഒരു കരിയർ കോച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മൈൽ സ്റ്റോൺ എന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് എത്താനുള്ള ഓരോ റിഫൈൻമെൻറ്റ്, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് അതിനെ മെൻറ്റർ ചെയ്ത് ഒരിക്കലും ഒരു ടീച്ചറിന് പോലും കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ അതിൻ്റെ എത്തിക്കാൻ പറ്റില്ല. കാരണം അതിന് വേണ്ട സ്കിൽ സെറ്റ് എന്താണ്, ഇപ്പോൾ കറൻ്റ്ലി എന്ത് സ്കിൽ സെറ്റാണ് ഉള്ളത് എന്ന് അസസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് ഓരോ സ്റ്റേജിലും അതിന് മോഡിഫിക്കേഷൻസ് വരുത്തി ഒരു പേഴ്സണൽ കരിയർ കോച്ചിന് അത് പോസിബിളാണ്. അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു ടീച്ചറിൻ്റെ കേസിലോട്ട് വരുവാണെങ്കിൽ പണ്ട് ഒരു സ്കൂൾ ടീച്ചർ ആയിക്കോട്ടെ, ഒരു കോളേജ് ടീച്ചർ ആയിക്കോട്ടെ, പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ലെസൺ പ്ലാനിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം ഇപ്പോൾ AI വന്നതോടുകൂടി ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ലെസൺ പ്ലാനിങ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്കൂളിൽ നിന്നാണ്. ആക്ച്വലി എല്ലാ വീക്കിലും മൺഡേസിൽ നമ്മൾ ലെസൺ പ്ലാൻ സബ്മിറ്റ് ചെയ്യണം. അത് എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു വലിയ പണിയാണ്. എന്ത് ആക്ടിവിറ്റീസാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനത്രയും ടൈം കൺസ്യൂമിങ് ആയിരുന്ന ഒരു പ്രോസസ്സ് വേറെ ഇപ്പോൾ ഇതുവരെയുള്ള ടൂൾസ് വെച്ചിട്ട് ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ആ ടോപ്പിക്ക് നമുക്ക് എങ്ങനെ, അതായത് ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ പല തരത്തിലുള്ള കുട്ടികളുണ്ടാവും. ഒരു 60 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് 10 പേരായിരിക്കും എക്സ്ട്രാ ഓർഡിനറി ഉണ്ടാവുക, 10 പേര് ചിലപ്പോൾ ഒരു മീഡിയം ആയിരിക്കും, അതിൽ ഏറ്റവും ലോ ലെവൽ ആവറേജ് IQ ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എക്സാമ്പിൾസ് വരെ വെച്ചിട്ട് ഒരാൾക്കൊരു നോർമൽ ടീച്ചറിന് അത്രയും ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക്കാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ലെസൺ പ്ലാനിങ് ടൂൾസ് എല്ലാം വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു 3 എക്സാമ്പിളാണ്, 3 തരത്തിലാണ്. അതായത് ഒന്നെന്ന് പറയുന്നത് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, ഒരു ബ്രില്യൻറ്റ് ലെവൽ 3rd കാറ്റഗറി വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളൊരു പോസിബിലിറ്റിയും ഈ AI വെച്ചിട്ട് വരുന്നുണ്ട്.
അത് ഇതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിലും പറഞ്ഞു, നമ്മൾ ഈ ടെസ്റ്റിങ് അല്ലെങ്കിൽ അറ്റാക്സുകൾ ഡിറ്റക്ട് ചെയ്യുന്നതിൻ്റെ കേസിലെല്ലാം ഇതുപോലെ ഉള്ള AI പവേർഡ് ആയിട്ടുള്ള ഒരുപാട് ടൂളുകൾ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഇതിൽ നിന്നെല്ലാം ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇതിനെ കോംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. മുന്നോട്ടുള്ള കാലത്തൊരു റിസർച്ച് ഏരിയ തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇതിലുള്ള റിസർച്ചുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരുപാട് നല്ല വശങ്ങളും മോശം വശങ്ങളും പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതെ അതെ, അറിയാതെയോ അറിഞ്ഞു പല രീതിയിൽ പല തരത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സൈബർ ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ, അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ പൊതുവെ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സൈബർ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 2 ഇയേഴ്സായിട്ട് വളരെ സക്സസ്ഫുള്ളി നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഒരുപാട് ബെനിഫിഷ്യറീസ് ഉണ്ടായിരുന്നു അതിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ആളുകളുടെ ഇടയിലേക്ക് എന്താണ് ഇതുപോലുള്ള അറ്റാക്കുകൾ കൊണ്ടുണ്ടാകും, സൈബർ അറ്റാക്കുകളിൽ നിന്ന് എങ്ങനെ നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ, എങ്ങനെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് കറക്റ്റായിട്ട് സൈബർ സ്മാർട്ട് പോലുള്ള പ്രോഗ്രാമിന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അതുപോലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ AI റിലേറ്റഡ്, അതായത് ഈ പറഞ്ഞു വന്ന ഡീപ്പ് ഫേക്കുകൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കാണുന്നതെല്ലാം ശരിയല്ല. കാരണം AI വന്നതോടുകൂടി എല്ലാം ഫേക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റ്, എങ്ങനെയാണ് AIയുടെ ഒരു കറക്റ്റായിട്ടുള്ള എങ്ങനെയാണ് അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രം ബേസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നൊരു കാര്യമാണ് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു സൈഡിലേക്ക് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു 60+ ആയിട്ടുള്ള ആളുകളാണ്. പെട്ടെന്ന് ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇമേജസ് കാണുമ്പോൾ ഇതിൻ്റെ ഒറിജിനാലിറ്റീനെ പറ്റി ഒരു ഡൗട്ട്ഫുൾനെസ് പോലും തോന്നാതെ അതിനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിൽ പല ആളുകളിൽ പല തരത്തിലേക്ക് ഇത് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് AI, എന്താണ് അതിൻ്റെ നല്ല വശം, എന്താണ് അതിൻ്റെ ചീത്ത വശം, പലർക്കും ഇപ്പോഴും അറിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പണ്ടത്തെ സിനിമയിലൊക്കെ വരുന്ന ആ ഒരു ഭയങ്കരമായ ഒരു ആ ഒരു ലെവലിലാണ് ഇപ്പോഴും ചില ആളുകളുടെ വിചാരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞാൽ എന്തോ ഒന്നാണെന്നാണ്. പക്ഷെ അതല്ല, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന, നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ് ഇതെന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഈ സൈബർ ക്യാമ്പയിനുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതിന് തുല്യമായിട്ട് അതുപോലെ തന്നെയുള്ള AI വർക്ക്ഷോപ്പുകൾ, AI ക്യാമ്പയിനുകൾ, എല്ലാ ഇടങ്ങളിലും AI ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് അതിനെ എടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് അവരതിൻ്റെ ഒരു ഉപഭോക്താവായിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഡീപ്പ് ഫേക്ക് പോലുള്ളത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീഡിയോ വന്നാൽ അതിനകത്ത് ഒറിജിനാലിറ്റി എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് ഫേക്ക് എന്താണ്, ഇതിനകത്ത് AI ഏതാണ്, ഹ്യൂമൻ വേസ്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബേസിക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതൊക്കെ പബ്ലിക്കിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ്.